आजादी से जिया धन्या मेरा खुदन के पहले दुनिया के सारे सुख पीछे है मेरा देश पहले है तिरंगा शान अपनी देश पे जान अपनी जन गण मन विनायक जय है तेरा संदेश पहले दुनिया सारे सुख पीछे है मेरा देश August 15th, we are celebrating Independence Day. It is our national festival. I wish you all a very happy Independence Day. നിരങ്ങളിൽ പോരടിച്ചവർ തന്നു പോയത് ഈ സ്വാതന്ത്ര്യം ചരിതം ത്യാഗനിർഭരം ചരിതം പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയത് ഈ സ്വാതന്ത്ര്യം സ്നേഹമുകുളങ്ങൾ പൂത്തുവിടരുന്ന അരുമനാടിനെ കാത്തിടാം വിഭജനത്തിന്റെ സ്വയമുയർത്തുന്ന കളകളെ മുളയുള്ളിട നെഞ്ചേൽക്കാം നവഭാരതം നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു ഇടനെഞ്ചൽ വേരോടും
കനലാടും ഓർമ്മകളെ ചുടുമിഴി നീർപ്പൂക്കൾ കൊണ്ടിനേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ, കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ, കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. മെമ്പേഴ്സാണ്. ഞങ്ങളെ ആഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഗ്രഹം സ്കൂളിൻ്റെ ഒരു ആർച്ച് വേണമെന്നാണ്. അപ്പോഴാണെങ്കിൽ എല്ലാവരും മുട്ടായി സൂപ്പർബോക്ക് മേടിക്കുന്ന പൈസ കൊണ്ട് എല്ലാം ശേഖരിക്കുവാണെങ്കിൽ നമുക്ക് ആർച്ച് വെക്കാനാണ്. ക്ലബിന്റെ ഒരു ആഗ്രഹമാണ് ഈ സ്കൂളിന്റെ ഫ്രണ്ടിൽ ആർച്ച് കുറച്ച് നന്നാക്കണമെന്ന്. അപ്പൊ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കാം. എച്ചമ്മനൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളുടെ പറഞ്ഞു. ആശംസയും അതോടൊപ്പം ഒരു ചെറിയ പ്രശ്നോത്തരി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ആദ്യമേ നേരുന്നു. ഓരോ സ്വാതന്ത്ര്യദിനം കടന്നു പോകുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവനും ജീവിതവും ത്യജിച്ച് പോരാടിയ ധീരസമര നായകരെ സ്മരിക്കുന്നതിനോടൊപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും അഭിമാനിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സത്ത നിർവചിക്കുന്ന ജനാധിപത്യം, സമത്വം, നീതി എന്നീ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയുടെ നിറകിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് 200 വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കാണ്. അദ്ദേഹത്തിന്റെ ചരിത്രപ്രധാനമായ അർദ്ധരാത്രി പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും. അന്നു മുതൽ രാജ്യം ലോകത്തിനു മുന്നിൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തലയുയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി രാജ്യം നടത്തിയ അസാധാരണമായ യാത്രയെക്കുറിച്ച് ഈ സ്വാതന്ത്ര്യത്തിൽ നാം ഓർക്കുന്നു. വിഭജനത്തിന്റെ മുറിവുകൾ മുതൽ ആഗോള നേതൃത്വം വരെ ഇന്ത്യ വികസിച്ചു, പൊരുത്തപ്പെട്ടു, ശക്തമായി ഉയർന്നു വരുന്നു. നമ്മുടെ പ്രതിരോധവും ഐക്യവുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് നാം അടിവരയിട്ട് തെളിയിക്കുകയാണ്. ഈ മഹത്തായ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടതും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ തത്വങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ കാത്തു സൂക്ഷിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം വെറുമൊരു പദവിയല്ല, മറിച്ചൊരു ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവി തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദനം ഋഷിനാടേ വന്ദനം, ഭാരതാംബേ വന്ദനം, ഭാരതാംബേ പുണ്യഭൂമേ കോടി വന്ദനം. ഗാന്ധിജിയും ബുദ്ധനും ശ്രീ വിവേകാനന്ദനും
വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരുമ്പോൾ ഭാരതത്തിൻ മക്കൾ പാടും ഒരുമ സംഗീതം നിസരി നീ പനി മപ മരി മരി സരി മരി മപനി മപനി സ വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരുമ്പോൾ ഭാരതത്തിൻ മക്കൾ പാടും ഒരുമ സംഗീതം സിന്ധുവിൻ ഉളിനത്തിലലയിടുമാമഹഗീതം ഗംഗയമുനാ ബ്രഹ്മപുത്രയിലിളകിടും ഗാനം സിന്ധുവിൻ ഉളിനത്തിലലയിടുമാമഹഗീതം ഗംഗയമുനാ ബ്രഹ്മപുത്രയിലിളകിടും ഗാനം ഗംഗയമുനാ ബ്രഹ്മപുത്രയിലിളകിടും ഗാനം വന്ദനം ഋഷിനാടേ വന്ദനം ഭാരതാംബേ വന്ദനം ഭാരതാംബേ പുണ്യഭൂമി കോടി വന്ദനം ഗിരിനിരകളിൽ മാറ്റുലയ്ക്കും സ്നേഹസംഗീതം ഭാരതത്തിൻ മക്കളൊന്നെന്നുള്ള സന്ദേശം നിസരി പനി മപ മരി മരി സരി മരി മപനി മപനി സ ഗിരിനിരകളിൽ മാറ്റുലയ്ക്കും സ്നേഹസംഗീതം ഭാരതത്തിൻ മക്കളൊന്നെന്നുള്ള സന്ദേശം വീരനാരെ നിന്നെ വാഴ്ത്താനായിരം നാവായി ഇനിയും ഇനിയും ഉയർന്നിടട്ടെ നിന്റെ ചൈതന്യം വീരനാടെ നിന്നെ വാഴ്ത്താനായിരം നാവായി ഇനിയും ഇനിയും ഉയർന്നിടട്ടെ നിന്റെ ചൈതന്യം ഇനിയും ഇനിയും ഉയർന്നിടട്ടെ നിന്റെ ചൈതന്യം വന്ദനം ഋഷിനാടേ വന്ദനം ഭാരതാംബേ വന്ദനം ഭാരതാംബേ പുണ്യഭൂമി കോടി വന്ദനം നമ്മുടെ ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിൻസിപ്പാൾ എച്ച് അതുപോലെ നമ്മുടെ ജോൺ സാർ SMC ചെയർമാൻ നമ്മുടെ വിശ്വഭാരതി ഗ്രന്ഥശാലയുടെ ടീച്ചർ അതുപോലെ മറ്റ് അധ്യാപകർ കുട്ടികളെ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നതിന് എന്തിനാണ് നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി എന്ന് ഉറപ്പുവരുത്താനും നമ്മുടെ സ്വാതന്ത്ര്യം എത്രത്തോളം ചെന്നിട്ടുണ്ട് എന്ന് അറിയുവാനും വേണ്ടി മാത്രമല്ലയോ. പക്ഷേ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ്, അത് പ്രകടിപ്പിക്കേണ്ടത് എവിടെയാണ് എന്നതിനൊരു ഉദാഹരണമാണ് നമ്മുടെ വിദ്യാലയം. ആ വിദ്യാലയം എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക. നമ്മുടെ വിദ്യാലയത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഈ കൊച്ചു കുട്ടികള് നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് തന്നെ കൊണ്ടുപോയപ്പോൾ എനിക്ക് തന്നെ ഒരു കോരിത്തിരിപ്പുണ്ടായി. ആ കുട്ടികളെ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ആ പ്രോഗ്രാം അവതരിപ്പിച്ച ടീച്ചറിനും അതിന് നേതൃത്വം കൊടുത്ത HM-നും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ കൂടുതൽ ദീർഘിക്കുന്നില്ല. നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു.
കുഞ്ഞുങ്ങളും അധ്യാപകരും രക്ഷകർത്താക്കളും റാലിയായിട്ട് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നമ്മുടെ ഏവരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. മുന്നോട്ട് വന്നെടുക്കാമെന്ന് അപേക്ഷിക്കുന്നു. ഓഗസ്റ്റ് 15 ആ കോവിഡ് സമയത്ത് ഇവിടെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത, ഞാൻ ആദ്യമായിട്ട് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത ദിവസം സ്വപ്നം കണ്ട ഒരു കാര്യമായി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അന്ന് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുമ്പം എൻ്റെ കൂടെ നമ്മുടെ റെജി സാറ്, പിന്നെ 1-2 അധ്യാപകരും, അത്ര പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1-2 കുട്ടികളും. കോവിഡ് സമയമായിരുന്നു. നമ്മൾ അന്ന് ചിന്തിച്ചതാണ് 125 വർഷം മുമ്പ് നെടുമങ്ങാട്ടുന്ന ഒരു സ്കൂളിനെ ഇവിടെ കൊണ്ടുവന്ന് 1 മുതൽ 3 വരെ ക്ലാസ്സുകൾ ആയിട്ട് സ്ഥാപിച്ച സമയത്ത്, അതിനുശേഷം അതിൽ നിന്ന് വളർന്ന് ഇതിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായി 128 വർഷത്തോളം പിന്നിടുമ്പോൾ ഈ സ്കൂളുകൾ ഒരുമിച്ച് ഒറ്റ യൂണിറ്റായിട്ട് നിൽക്കണം എന്നുള്ള ഒരാഗ്രഹം, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആഘോഷം ഒക്കെ മനസ്സിൽ കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇത് സാധ്യമാക്കി തന്ന സർവേശ്വരന് 100 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കൊച്ചു സ്കൂളിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ, നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ വിദ്യ ടീച്ചറിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. ബഹുമാന്യരായ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങൾ വളരെ അവിചാരിതമായിട്ടാണ്, അതായത് ഇതൊന്നും നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതല്ല, ടീച്ചറിനോട് പറഞ്ഞിരുന്നതുമല്ല. പക്ഷേ എന്തോ ആല ജംഗ്ഷൻ വന്നപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് നയിച്ചു. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ സർവേശ്വരൻ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കൽ വന്നപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് കയറി വരാമോ എന്നൊരു ആശങ്ക ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ 2 അധ്യാപകർ കയറി വന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്വീകരണം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. ഇങ്ങനെ അവിചാരിതമായിട്ടുണ്ടാകുന്ന അവസരങ്ങളാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. അതായത് പ്ലാൻ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഈ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ യൂണിറ്റായിട്ട് നമ്മുടെ ഈ ആല സ്കൂൾ മാറി. നിങ്ങൾ തന്ന ആ മനോഹരമായ, എന്താ പറയണ്ടേ, എനിക്ക് ഒരുപാട് സന്തോഷമായി. രാവിലെ ഒരു മഴക്കോളുണ്ടായിരുന്നു, എങ്ങനെ വരുമെന്ന് അറിയില്ല, എങ്കിലും ഞങ്ങൾ 2 കത്തിച്ചിറങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്വീകരണം തന്നതിന് നിങ്ങളുടെ എല്ലാവരോടുമുള്ള നന്ദി
പറയുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും ഒരു വളരെ നല്ല സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം. ഒരു കയ്യടി കൊടുത്ത് അഭിനന്ദിക്കാം. പ്രണവിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ വളരെ മനോഹരമായിരുന്നു. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ഈ ഒരു ദിവസം, ഈ ഒരു പ്രോഗ്രാം അവിസ്മരണീയമാക്കി മാറ്റിയ നമ്മുടെ കൊച്ചി സ്കൂളിലെ LP വിഭാഗം HM, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു എളിയ ഉപഹാരം ആല സ്കൂളിലെ വകയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട PT എക്സിക്യൂട്ടീവ് അംഗം ശ്രീ അഭിലാഷ് നൽകുന്നു. ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് LP സ്കൂൾ HM-നെ ക്ഷണിക്കുന്നു. സ്കൂൾ പ്രഥമ അധ്യാപകർ, PTA, രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവിടെ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാൻ സാധിച്ച് വളരെ സന്തോഷമുണ്ട്. നമ്മൾ അവിചാരിതമായിട്ടാണ് കടന്നു വന്നിരുന്നെങ്കിലും ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും 1000 നന്ദി അർപ്പിക്കുന്നു. അതിന് പ്രവർത്തിച്ച ഇവിടുത്തെ പ്രഥമാധ്യാപകർക്കും PTA-ക്കും എല്ലാവർക്കും എൻ്റെയും ആല കൊച്ചി സ്കൂളിൻ്റെ പേരിലും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ആല സ്കൂളിലെ സ്വാതന്ത്ര്യദിന ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് വന്നായിരുന്നു. ഈ സ്കൂളിലെ കുട്ടികളുടെ ആശംസകളും മറ്റും കേൾക്കുന്നതിനിടയായി. അങ്ങനെ സ്കൂളിലെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആല സ്കൂളിലെ ടീൻസ് ക്ലബിൻ്റെ നേതൃത്വം ടീച്ചർക്കാണ്. ടീച്ചറുടെ പേരെങ്ങനെ? സുനിത ടീച്ചർക്കാണ് നേതൃത്വം. ഇവർ ചില ആഗ്രഹങ്ങളൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടു. ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിന് മുന്നിൽ ഒരു ആർച്ച് വേണം. ഇവർ സ്കൂളിൽ നിന്ന് പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആർച്ചിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കത്തക്ക രീതിയിൽ ഒരു ആഗ്രഹമൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു. നല്ല കാര്യം. ഞാൻ ഇന്നലെ ഇവിടെ സ്കൂളിൽ നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ മാമൻ സാറുമായിട്ട് വന്ന സമയത്ത് ഈ സ്കൂളിലെ കുട്ടികൾ നല്ല തുണിയുടെ ബാഗൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാണാനായിട്ട് ഇന്നലെ ടീച്ചർ മാമൻ സാറിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി നല്ല കാര്യങ്ങളാണ്. കുട്ടികളുടെ പ്രായോഗിക പരിജ്ഞാനങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനിടയാക്കും. കണ്ടിട്ട് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനൊരു ആഗ്രഹം കൂടെ പറഞ്ഞിരിക്കുകയാണ്. ആരാണ് ആ ആഗ്രഹം ആദ്യമായിട്ട് പറഞ്ഞ ആൾ ഇതുപോലൊരു ആർച്ചിനെ പറ്റി? മോനാണോ? മോൻ്റെ പേരെങ്ങനെയാ? വിജയ്. അതിനെ ആരാ സപ്പോർട്ട് ചെയ്താരാ? ആരാ? ടീച്ചർ സപ്പോർട്ട് ചെയ്തല്ലേ? പിന്നെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? നല്ല കാര്യമെന്ന് പറഞ്ഞു. ആ പൈസ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പോകുന്നത്? ആർച്ച് പണിക്കാൻ പറ്റും ഇല്ലേ? അപ്പം ദിവസവും ഇങ്ങനെയുള്ള മുട്ടായിക്കൊക്കെ ആയിട്ട് മാറ്റി വെക്കുന്ന പണം മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു ആർച്ച് പണിയാനായിട്ടാണ്. 2 ടീച്ചർമാർക്കും അഭിമാനിക്കാം, ഈ ടീച്ചർക്കും അഭിമാനിക്കാം. കാരണം നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം എല്ലാം കൂടെ അതിൻ്റെ എക്സ്പെൻസൊക്കെ എത്ര വേണ്ടി വരുമെന്ന് അറിയാമോ? ഏകദേശം ഒക്കെ കുഴപ്പമില്ല. ഒക്കെ എല്ലാവരും വീട്ടിലൊക്കെ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ ആലോചിച്ച് എല്ലാവരും അതിൻ്റെ ഒരു എത്ര രൂപയൊക്കെ ഫണ്ട് വേണ്ടി വരുമെന്നുള്ളത് ഒരു കാൽക്കുലേഷൻ നടത്തണം കേട്ടോ. ചോദിച്ചിട്ടുണ്ടല്ലേ? മോടെ പേരെങ്ങനെ? റിയ. ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചോ വീട്ടിൽ? അപ്പോൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അതിൻ്റെ എത്ര രൂപ ഫണ്ടൊക്കെ വേണ്ടി വരും എന്നൊക്കെ അന്വേഷിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സിപ്പപ്പിൻ്റെ പൈസയൊക്കെ മാറ്റി വെക്കുക. നമുക്ക് നോക്കാം ഒരു ആർച്ച് പണിയുന്നതിനെ പറ്റി കേട്ടോ. എന്താ തോമച്ചാ? കുഞ്ഞുങ്ങളുടെ നല്ലൊരു ആഗ്രഹമാണ്. അത് ചെയ്യാൻ കാണിച്ച സന്മനസ്സിന് വളരെയധികം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് അവർക്ക് ചെയ്യാൻ തോന്നിയതിനായി ഞാൻ ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായി ഒരു ചെറിയ ഉപകാരം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. നല്ല കാര്യം. ഓക്കെ. ഇപ്പം തോമാച്ചനും സജി ഞങ്ങൾ ഒരുമിച്ച് ആല സ്കൂളിൽ പഠിച്ചതാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ആല സ്കൂളിലേക്ക് എത്തുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഈ സ്കൂളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പോയ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ തിരികെ ഈ സ്കൂളും വന്ന വഴിയൊന്നും മറക്കാതെ തിരികെ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു രാജ്യമായിട്ട് മാറുന്നത്, അതിൽ നമ്മൾ തുടക്കം കുറിക്കേണ്ടത് നമ്മുടെ താഴെ ഇടയിൽ നിന്ന് നമ്മൾ തുടക്കം കുറിക്കണം.
നമ്മുടെ ഗ്രാമങ്ങളിലാണ് ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആല ഇല്ലേ, നമ്മൾ പഠിക്കുന്ന സ്കൂളാണ് ആല എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ ആലയിൽ തന്നെ ഒരു പുതിയൊരാല, അതേപോലെ തന്നെ വികസിത ആല, നമ്മൾ അതിന് സ്വപ്നം കാണണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്തു എന്ന് പറയുന്നത്, ഈ പരിസരങ്ങളിലൊക്കെ ചില സാമൂഹ്യ ദ്രോഹികൾ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റത്തില്ല. നമുക്ക് ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ ഈ സാമൂഹ്യ ദ്രോഹികളെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുട്ടികൾ ചെയ്തത്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസനം, നമ്മുടെ പുതിയൊരു രാജ്യം നമ്മുടെ ആല എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തന്നെ വിഭാവനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. വളർന്നു വരുന്ന തലമുറ അവരുടെ ആശയങ്ങൾ നിങ്ങൾ അധ്യാപകരുമായിട്ട് പങ്കുവെക്കണം. അധ്യാപകർ അവരെ ഗൈഡ് ചെയ്യണം. ആ ഒരു നമ്മുടെ രാജ്യത്തിന്റെ തലവന്മാരുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് സാക്ഷാത്കരിക്കുന്നതിലേക്ക് നമുക്കും അവരോടൊപ്പം നിൽക്കാം. ജയ് ഹിന്ദ്.